ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അടിപൊളി സെറ്റപ്പാണ്. അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വമ്പൻ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാതെ നമ്മൾ എഴുതിയ പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും കോപ്പി ചെയ്ത ടെക്സ്റ്റുകൾ, അത് കോപ്പി റൈറ്റ് ഇല്ലാതെ പല ഈണത്തിലും താളത്തിലുമുള്ള സോങ്ങുകളാക്കിയിട്ട് മാറ്റാം. അതെ, ഞാനിത് സംഭവം കണ്ടപ്പോൾ ഞാൻ ആകെ നെട്ടിപ്പോയിട്ടു. ഇങ്ങനെ സംഭവമുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. അതായത് ഇത് അറിയുന്നവർ പലരും ഉണ്ടാവും, പക്ഷെ എന്നാലും കുറവായിരിക്കും ഇതറിയുന്നവർ. കാരണം ഇതിപ്പോൾ അടുത്ത കാലത്ത് AI എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഉള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലും ഇതുപോലുള്ള അടിപൊളി സെറ്റപ്പുകൾ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം കേട്ടോ. ഗൂഗിൾ ക്രോമിനെ വേണമെന്നില്ല, ബ്രൗസർ ഏതായാലും മതി. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്യേണ്ടത് എന്താണ്, suno.com. ഇങ്ങനെ സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇതുപോലെ വരുന്നതിന് മുമ്പേ നമ്മളോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടോ ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതുപോലെ വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടു ഏറ്റവും അടിയിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് ടെക്സ്റ്റാണോ സോങ് ആക്കാൻ നിൽക്കുന്നത് അതിവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഒരു ഹിന്ദി സോങ്ങിൻ്റെ മലയാളം ലിറിക്സ് എടുത്തതാണ് കേട്ടോ. കുറച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്രിയേറ്റ് കൊടുത്താൽ ഇതുപോലെ സോങ് ഉണ്ടായി വരും. അതായത് ഞാൻ ആൾറെഡി ഒന്ന് ചെയ്തതാണ്. ഏറ്റവും അടിയിൽ 2 കാണിക്കുന്നത്, എക്സ്റ്റെൻഡ് എന്ന് കാണിക്കുന്നത്. പിന്നെ മുകളിലത്തെ തണുപ്പ് ഉണ്ടായി വന്നത്, പുതിയതായിട്ട് വന്നത്. വേണ്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റാണ് ഇപ്പോൾ ഇത് സോങ് ആയി വന്നിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തെ ഉള്ള സോങ് നോക്കട്ടോ. കണ്ടോ, ഇത്രയുള്ള പണി. സംഭവം നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ ഒരു ടെക്സ്റ്റുകളാണ്, ലിറിക്സുകളാണെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിലും പറ്റില്ല എന്നല്ല, സ്വന്തമായിട്ട് എഴുതിയാകുമ്പോൾ ഒന്നും കൂടി സെറ്റപ്പ് അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. പക്ഷെ നമ്മളതൊന്നും ചെയ്യണമെന്നില്ല. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അത്ര തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയായില്ലേ? അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, സോങ്ങിന് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.